ഇത് നമ്മൾ കാസർഗോഡ് നിന്ന് തൊടുപുഴയിലേക്ക് പോകുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. പക്ഷേ ശരിക്കൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ഒരു സമയത്താണ് കേട്ടോ വന്ന് കയറിയത്. പകൽ കുറച്ചൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എളുപ്പമായി. ആ ഒരു വീഡിയോ എടുത്ത് വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ബാക്കിയും കൂടെ പാക്ക് ചെയ്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ദൂരം ഓടി എത്താനുള്ളതല്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങി ഫുഡ് കഴിക്കുന്നതാണ് നേരത്തെ കണ്ടത്. അങ്ങനെ പിന്നെ നമ്മൾ ഈ പ്രാവശ്യം കുറേ അധികം നേരത്തെ തന്നെ തൊടുപുഴ എത്തിയിട്ടോ. ഇക്കാടെ ഫ്രണ്ട് ജോൺസൺ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. കൂടുതലും ആൾ തന്നെയാണ് ഡ്രൈവ് ചെയ്തത്. അതുകൊണ്ട് ഇക്കാക്ക് നന്നായിട്ട് തന്നെ ഉറങ്ങാനായിട്ട് പറ്റി. പിന്നെ ഇതേ നമ്മൾ തൊടുപുഴ എത്തി. ആളെ കോട്ടയത്തേക്കുള്ള ബസ്സൊക്കെ കയറ്റിവിട്ട് നമ്മളിത് ഒരു ചായയൊക്കെ കുടിച്ചു. അങ്ങനെ നേരം വെളുത്തപ്പോഴേക്കും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിതേ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ചായയ്ക്ക് ഉണ്ടാക്കിയത് കപ്പയും മീൻകറി മീൻ പൊരിച്ചതൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. ഉച്ചക്കത്തേക്ക് ഇന്ന് തേങ്ങാച്ചോറ് വയ്ക്കാമെന്ന് ഉമ്മച്ചി പറഞ്ഞു. അപ്പം പരിപ്പ് കറിയൊക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അത്തച്ചി ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ പിന്നെ അതെല്ലാം കൂടി മസാല സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഇത് കുക്കറിലാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് റെഡി ആയപ്പോഴേക്കും ഒന്ന് താളിച്ചൊഴിച്ചു കേട്ടോ. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഉമ്മച്ചി തേങ്ങാച്ചോറ് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം ചേർത്ത് അത് അടച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ സാലഡും റെഡിയാക്കി പപ്പടമൊക്കെ പൊരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് റെഡിയായി. അതുപോലെ തന്നെ കുറച്ച് തുണി വാഷ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അടുക്കിപ്പറക്കി ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ബാഗിൽ നിന്നൊക്കെ തുണിയൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായി. അങ്ങനെ പിന്നെ നമ്മൾ നല്ല ലാവിഷായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. കുറേ ദിവസം കൂടി തേങ്ങാച്ചോറ് കഴിക്കുന്നതായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇതേ രാത്രി നമ്മൾ ടൗണിലേക്ക് വന്നതാണ്. ഇക്കാൻ ഇവിടെ നിന്ന് ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട്. വന്ന ദിവസം തന്നെ ഇക്ക തിരിച്ച് കയറി പോവുക കേട്ടോ. അവിടെ പോയിട്ട് ബസ്സിൽ ഡ്യൂട്ടിക്കൊക്കെ കയറാനുള്ളത് കൊണ്ടാണ് നേരത്തെ തന്നെ പോകുന്നത്. ആദ്യം ഒന്ന് പോകുന്നില്ല, പിറ്റേ ദിവസം പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ അങ്ങോട്ടേക്ക് കറക്റ്റ് ബസ് ഉണ്ടായിരുന്നതുകൊണ്ട്, ഇക്കയുടെ ഫ്രണ്ടിൻ്റെ ബസ് ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇത് ഞാനും ആഷിക്കും അതുപോലെ ഉമ്മച്ചിയും നിധിക്കുട്ടിയും കൂടിയാണ് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വന്നത്. വണ്ടി കൊണ്ടുപോകുന്നില്ല കേട്ടോ. നമുക്ക് 25-ാം തീയതി ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വണ്ടി ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ ഇക്ക ഇനി വരുമ്പം ബസ്സിൽ കയറി വന്നാൽ മതിയല്ലോ. അഫി കറക്റ്റ് സമയത്ത് ഉറങ്ങിപ്പോയതുകൊണ്ട് അവനെ കൂട്ടിയില്ല. ഇനിയിപ്പം അതിനുള്ളത് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ബാക്കി നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മുടെ ലവിങ് ബസ് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ അതിൽ കയറി പോയിട്ടോ. അപ്പം എന്താ പറയുക, വന്ന അന്ന് തന്നെ ആൾ തിരിച്ച് കയറി പോയിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിർത്താണ്. നമുക്കിനിയിപ്പം എന്താ പറയുക, അടുത്ത വീഡിയോയിൽ കാണാം.